أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار. സല്ലല്ലാഹു അലൈഹി. സൂറത്തുൻ നൂർ 37. റിജാലുൻ, ചില ആളുകൾ, ലാ തുൽഹീഹിം, അവരെ അശ്രദ്ധരാക്കുന്നില്ല, തിജാറത്തുൻ, കച്ചവടം, ഒരു കച്ചവടവും, വലാ ബൈഉൻ, ഒരു വിൽപ്പനയും ഇല്ല, അൻ ദിക്രില്ലാഹി, അള്ളാഹുവിൻ്റെ സ്മരണയെ സംബന്ധിച്ച്, ദൈവസ്മരണയിൽ നിന്ന് എന്നർത്ഥം. വ ഇഖാമിസ് സലാത്തി, നമസ്കാരം നിലനിർത്തുന്നതിൽ നിന്നും, അൻ ഇഖാമിസ് സലാത്തി എന്നാണ്. വ ഈതാഇസ് സകാത്തി, സക്കാത്ത് നൽകുന്നതിൽ നിന്നും, അഥവാ അൻ ഈതാഇസ് സക്കാത്തി എന്നാണ്. യഖാഫൂന, അവർ ഭയക്കുന്നു, യൗമൻ, ഒരു ദിവസത്തെ, തതഖല്ലബു, ഇളകിമറിയും, ഫീഹി, ആ ദിവസം, അൽ ഖുലൂബ്, ഹൃദയങ്ങൾ, വൽ അബ്സാർ, കണ്ണുകളും. റിജാലുൻ, ചില ആളുകൾ, പുരുഷന്മാർ എന്നാണ് നേരെ വാക്കിൻ്റെ അർത്ഥം. പക്ഷേ അറബിയിൽ അത് ഉപയോഗിച്ചിട്ടുള്ളത് ഖുർആനിൽ തന്നെ, ഫഅലൽ അഅറാഫി റിജാലുൻ, ഇങ്ങനെയൊക്കെ ഖുർആനിൽ തന്നെ കാണാമല്ലോ. അത് ആളുകൾ എന്ന അർത്ഥത്തിലാണ്, അല്ലാതെ ആണുങ്ങൾ എന്ന അർത്ഥത്തിലല്ല ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ വേറെയും സ്ഥലങ്ങളിൽ കാണാം. സൂറത്തുൽ അഹ്സാബിൽ, മാ ജഅലല്ലാഹു ലി റജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫിഹി, അല്ലാഹു തആല ഒരുത്തനും അവൻ്റെ മനസ്സിൽ, അവൻ്റെ ഉള്ളിൽ രണ്ട് ഹൃദയത്തെ വെച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം സ്ത്രീക്കുണ്ട് എന്നല്ല, ആണിനുമില്ല പെണ്ണിനുമില്ല. എന്നാൽ പുരുഷൻ എന്ന അർത്ഥത്തിലും അത് ഉപയോഗിച്ചിട്ടുണ്ട്. ലി റിജാലി നസീബും മിമ്മക്തസബു വലിന്നിസായി നസീബും മിമ്മക്തസബ്ന, സൂറത്തു നിസായിൽ. പുരുഷന്മാർക്ക് അവർ സമ്പാദിച്ചതുണ്ട് ൻ്റെ വിഹിതമുണ്ട്, സ്ത്രീകൾക്ക് അവർ സമ്പാദിച്ചതിൻ്റെ വിഹിതമുണ്ട്. അങ്ങനെ ഭാഷാർത്ഥത്തിൽ ഉപയോഗിക്കും. രണ്ടും എന്ന അർത്ഥത്തിൽ, ആളുകൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. മലയാളത്തിൽ പുരുഷാരം, പൂരം കാണാൻ ഒരു പുരുഷാരം തടിച്ചുകൂടി എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ മാത്രമേ പൂരം കാണാൻ വന്നിട്ടുള്ളൂ എന്നതിനർത്ഥമില്ല. പക്ഷെ പറയൽ പുരുഷാരം എന്നൊക്കെയാണ്. എന്നതുപോലൊരു വാക്കാണ് അറബിയിലെ റിജാല്. അപ്പം റിജാലുൻ, ചില പുരുഷന്മാരുണ്ട്, അല്ലെങ്കിൽ ചില ആളുകളുണ്ട് എന്നാണ് അർത്ഥം. ആളുകൾ ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ ബാക്കി എവിടെ? പണ്ഡിതന്മാർ പലരും അതിനെ ബന്ധിപ്പിച്ചിട്ടുള്ളത്, യുസബ്ബിഹു ലഹു ഫീഹ ബിൽ ഗുദുവി വൽ ആസാൽ, ആ ഭവനങ്ങളിൽ അഥവാ മസ്ജിദുകളിൽ രാവും പകലും അള്ളാഹുവിന് പ്രകീർത്തനം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആര് എന്നതിൻ്റെ ഉത്തരമാണ് റിജാലുൻ എന്ന് പറയുന്നത്. ചില ആളുകളാണ് രാവും പകലും അള്ളാഹുവിന് ഉത്തരം ചെയ്യുന്നത്. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്, രാവും പകലും അള്ളാഹുവിനെ പ്രകീർത്തനം ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അവർ ഒന്നും വേറെ പണിയൊന്നും ഇല്ലാത്തവരാണ് എന്നല്ല. എന്നാൽ കച്ചവടവും വിൽപ്പനയും ഒന്നും അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് അവരെ അശ്രദ്ധരാക്കുന്നില്ല. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് മുനാഫിഖൂനിൽ ഇത് കാണാലോ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്, സത്യവിശ്വാസികളെ, നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ അശ്രദ്ധരാക്കാതിരിക്കട്ടെ. അതുപോലെ വൈദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, വെള്ളിയാഴ്ച ജുമുഅക്ക് വിളിക്കപ്പെട്ടാൽ ദിക്റുല്ലയിലേക്ക് വേഗം ചെല്ലുക എന്ന് പറഞ്ഞിട്ട് ബാക്കി വദറുൽ ബൈ, കച്ചവടം ഉപേക്ഷിക്കുകയും ചെയ്യുക.
ഇങ്ങനെയൊക്കെ പറഞ്ഞതുണ്ട്. അതേ ആശയം തന്നെയാണ്. അത് പാലിക്കുന്ന ആളുകൾ എന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് സത്യവിശ്വാസികളുടെ ഒരു ഗുണമായിട്ടാണ് പറയുന്നത്. അഥവാ അള്ളാഹുവിൻ്റെ പ്രകാശം എവിടെ കാണും? ഈ പറഞ്ഞ പടുത്തുയർത്തപ്പെടാൻ അള്ളാഹു അനുവാദം നൽകിയ ഭവനങ്ങളിൽ. ആ ഭവനങ്ങളിൽ ആരിൽ കാണും? അവിടെ കച്ചവടവും വിൽപ്പനയും ഒന്നും അശ്രദ്ധമാക്കാത്ത വിധം അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അവർക്ക് കൃഷിയും കച്ചവടവും ഒന്നും ഇല്ല എന്നാണോ? അല്ല. അതൊക്കെ ഉള്ളതോടൊപ്പം അവർ അള്ളാഹുവിനെ മറക്കാത്തവരാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രമുഖരായ പല അനുയായികളും കച്ചവടമോ കൃഷിയോ ഒക്കെ ഉള്ളവരായിരുന്നു. പക്ഷേ അവർ അള്ളാഹുവിനെ മറന്നിട്ടില്ല. അള്ളാഹുവിനെ മറന്നവരെ കുറിച്ചും പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തുൽ ഖലമിൽ ആർക്കും കൊടുക്കാതെ ഞങ്ങൾക്ക് മാത്രം എടുക്കണമെന്ന് പറഞ്ഞ് രഹസ്യമായി വിളയെടുക്കാൻ പോയ തോട്ടക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. അവരവിടെ എത്തിയപ്പോൾ തോട്ടം തകർന്നു കിടക്കുന്നതാണ് കാണുന്നത്. ഫഖാല ഔസത്തുഹും അലം അഖുൽ ലക്കും ലൗലാ തുസബ്ബിഹൂൻ. അപ്പോൾ അവരിലെ മധ്യ നിലക്കാരൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നില്ലേ എന്ന്. അഥവാ കച്ചവടം അള്ളാഹുവിനെ മറപ്പിച്ച, അല്ലെങ്കിൽ കൃഷി വിളവ് വരുമാനം അള്ളാഹുവിനെ മറപ്പിച്ച ആളുകളാണ് അവർ മറന്ന് കൃഷി ചെയ്തു. എന്നാൽ അവർ അള്ളാഹുവിനെ ഓർത്തിരുന്നുവെങ്കിൽ അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ കിട്ടി അത് നശിച്ചു പോകുകയില്ലായിരുന്നു എന്നർത്ഥം. എന്നതുപോലെ അള്ളാഹുവിൻ്റെ പ്രകാശം വഹിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അവർ കച്ചവടക്കാരാണ്. അവർ വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കച്ചവടം എന്ന് പറഞ്ഞാൽ രണ്ടും വാക്ക് ഒന്ന് തന്നെയാണ്. തിജാറത്തും ബൈഉം ഒരേ അർത്ഥമുള്ള വാക്കുകളാണ്, പര്യായ പദങ്ങളാണ്. പക്ഷേ രണ്ടും ഒരിടത്ത് ഉപയോഗിക്കുമ്പോൾ രണ്ടും രണ്ടെണ്ണമാണ്. തിജാറത്ത് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവിധ സേവനങ്ങളും ഉൾപ്പെടുന്നതാണ്. അഥവാ ഈ പലചരക്ക് കച്ചവടം അല്ലെങ്കിൽ വിൽപ്പന മാത്രമല്ല, ഡോക്ടറുടെ സേവനം, അതുപോലെ എഞ്ചിനീയറുടെ സേവനം, അതുപോലെ ചുമട്ടുതൊഴിലാളികളുടെ സേവനം, ഇങ്ങനെയുള്ളതൊക്കെ തിജാറത്തിലാണ് പെടുക. ബൈ എന്ന് പറഞ്ഞാൽ കൊള്ളക്കൊടുക്കകൾ അഥവാ വാങ്ങലും വിൽക്കലും മാത്രമാണ്. രണ്ടും ഒരിടത്ത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. രണ്ടും അവർ ചെയ്യും, പക്ഷെ അതൊന്നും അള്ളാഹുവിനെ മറക്കാൻ കാരണമാകുന്നില്ല. അങ്ങനത്തെ ആളുകളിലാണ് അള്ളാഹുവിൻ്റെ പ്രകാശം കാണുക എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. വ ഇഖാമിസ് സലാത്തി വ ഇതാഇസ് സക്കാത്തി. അതുപോലെ അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് അശ്രദ്ധമാക്കുകയില്ല എന്ന് മാത്രമല്ല, നമസ്കാരം നിലനിർത്തുന്നതിൽ നിന്നും അവരെ അശ്രദ്ധമാക്കുന്നില്ല. നമസ്കാരം അതിൻ്റെ ചിട്ടപ്രകാരം അതിൻ്റെ എല്ലാവിധ അദബുകളും പാലിച്ചുകൊണ്ട് നിർവഹിക്കുകയും ജീവിതത്തിൽ നമസ്കാരത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, അള്ളാഹുവിനോട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞത് ജീവിതത്തിലും അങ്ങനെ തന്നെ. അതുപോലെ നമസ്കാരത്തിലെ അച്ചടക്കം, നമസ്കാരത്തിലെ ഒരുമ, ഇങ്ങനെയുള്ള സകല കാര്യങ്ങളും അടിസ്ഥാനമാക്കി ജീവിതം കെട്ടിപ്പടുക്കുക. അതാണ് ഇഖാമത്തു സ്വലാത്ത്. അതിലും അവർ കച്ചവടവും തിരക്കുകളും കാരണം പിന്നോട്ട് പോകുകയില്ല എന്നർത്ഥം. വ ഈതാഇസ് സക്കാത്തി. സക്കാത്ത് നൽകുന്നതിൽ നിന്നും ഇതൊന്നും അവരെ തടയുന്നില്ല. അഥവാ അവർ കച്ചവടം ചെയ്യുന്നുണ്ട്, അതിൻ്റെ സക്കാത്തും കൊടുക്കുന്നുണ്ട്. സക്കാത്ത് വേണ്ട വിധം അവർ ലിസക്കാത്തി ഫാഇലൂൻ എന്നാണല്ലോ സൂറത്തുൽ മുഅ്മിനൂനിൽ തൊട്ടുമുമ്പുള്ള സൂറത്തിൽ പറഞ്ഞത്. അങ്ങനെ അവർ എല്ലാ നിലക്കും അതിൻ്റെ പൂർണ്ണ ചൈതന്യത്തോടു കൂടി സക്കാത്ത് നിർവഹിക്കുന്നുണ്ട്. ഇവിടെ സക്കാത്തും നമസ്കാരവും മാത്രമാണ് ദിക്റുല്ലൻ്റെ പുറമെ പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ രണ്ടടിസ്ഥാനങ്ങളാണ്. അള്ളാഹുവുമായുള്ള വിശ്വാസിയുടെ ബന്ധത്തിൻ്റെ അടിത്തറയാണ് നമസ്കാരം. അഥവാ നമസ്കാരം പോലെയാകും ജീവിതം എന്നാണ്. സക്കാത്ത് എന്ന് പറയുന്നത് വിശ്വാസിയും മനുഷ്യരും മറ്റു ഇതര അള്ളാഹിൻ്റെ സൃഷ്ടികളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിത്തറയാണ്. അത് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി അവരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കും എന്ന ഒരടിത്തറയിലാണ് രൂപപ്പെടുക. ഇത് രണ്ടുമായാൽ ദീനുൽ ഇസ്ലാം മുഴുവനുമാകും. അതുകൊണ്ടാണ് നോമ്പ് പറയാതെ ഹജ്ജ് പറയാതെ അത് മാത്രം പറഞ്ഞിരിക്കുന്നത്. വയക്കാമി സ്വലാത്തി വ ഈതാഇസ് സക്കാത്തി. സക്കാത്ത് കൊടുക്കുന്നതിൽ നിന്നും അവരെ അശ്രദ്ധമാക്കുന്നില്ല, കച്ചവടവും തിരക്കുകളും ഒന്നും എന്നർത്ഥം. യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹി ഖുലൂബു വൽ അബ്സാർ. ഇങ്ങനെ അവരെ അശ്രദ്ധമാക്കാത്തത് എന്താണ്? അവരെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, നല്ലത് പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല, ഇതിൻ്റെ അനന്തരഫലം ലഭിക്കുന്ന
ഒരു ദിവസത്തെക്കുറിച്ച് അവർക്ക് നല്ല ഭയമുണ്ട്. ആ ദിവസത്തിൻ്റെ പ്രത്യേകത വളരെ ഗൗരവമേറുന്നതായിരിക്കും. അന്ന് ഹൃദയങ്ങൾ ഇളകിമറിയും, അഥവാ വലിയ അന്താളിപ്പിലായിരിക്കും. അതുപോലെ തന്നെ അബ്സാർ, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, ഭീതി മൂലം കണ്ണ് മുകളിലോട്ടായി പോകും എന്നൊക്കെ. ഇങ്ങനെ കണ്ണുകൾ ഇളകിമറിയുന്ന, അഥവാ മനുഷ്യൻ പേടിച്ച് വിറക്കുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന് അവർ നല്ലവണ്ണം ഭയപ്പെടുന്നത് കൊണ്ടാണ് അവർക്ക് മറ്റ് എന്തെല്ലാം ഉണ്ടായിട്ടും അള്ളാഹുവിനെ മറക്കുക എന്നത് സംഭവിക്കാതിരിക്കുന്നത് എന്ന് ചുരുക്കം. അത്തരം ആളുകളിലാണ് അള്ളാഹുവിൻ്റെ പ്രകാശം കാണാൻ കഴിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ ഉത്തമരായ അനുയായികളും ഇതിൻ്റെയൊക്കെ ജീവിക്കുന്ന രൂപങ്ങളായിരുന്നു. അതുപോലെ എല്ലാ കാലത്തും സത്യവിശ്വാസികൾ ശ്രമിക്കേണ്ടത് അള്ളാഹുവിൻ്റെ പ്രകാശത്തിൻ്റെ വാഹകർ ആകാനാണ് എന്നർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറാ അല്ലാഹുമ്മ ഇജ്അൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ റബ്ബനാ ആതിനാ മാ വഅദ്തനാ അലാ റസൂലിക് വലാ തഖ്സിനാ യൗമൽ ഖിയാമ إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.